കണ്ടല്ലോ, പ്രണവ് ഉറഞ്ഞു തുള്ളുന്നുണ്ടോ? ഇതാണ് എന്റെ തലേണ മന്ത്രത്തിന്റെ ഗുണം. നാക്കിന് നല്ല മൂർച്ച വരുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. എങ്ങനെയുണ്ട് ആന്റി എന്റെ വർക്ക്? വെരി ഗുഡ്. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോ. എന്നാലേ നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ ശിവാനി. അറിയാലോ? അറിയാം ആന്റി. ആഹാ, ഒരു മുന്നറിയിപ്പില്ലാതെ രാവിലെ ഇത് എങ്ങോട്ടാ? എങ്ങോട്ടേക്കായിരിക്കും ഒന്ന് ഊഹിച്ചു നോക്ക്. ഒന്നുകിൽ ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ അമ്മയും അനിയനെയും കാണാൻ വീട്ടിലേക്ക്. അല്ലാതെ എവിടെ പോനാ? അതെ, അങ്ങനെ ഇപ്പൊ ഓപ്ഷൻ ഇട്ട് പറയണ്ട. കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യണം. ഇത്രയും രാവിലെ ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് ആവാനാണ് സാധ്യത. ഭാഗ്യം, അത് കറക്റ്റായി. പക്ഷേ എന്തുകൊണ്ടെന്ന് പറയണം. തനിക്കും പാറുവിനും അമ്പലത്തിൽ പോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഭഗവാനെ കാണണം തോന്നും, പോകും. അതെ, ഇത് രാവിലെ ഉണർന്നപ്പോ ഉൾവിളി ഉണ്ടായതൊന്നും അല്ല. പിന്നെ ദിവസങ്ങൾക്ക് മുന്നേ, വേണമെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതാണ് ഈ അമ്പലത്തിൽ പോക്ക്. ആഹാ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന് എന്തോ പ്രത്യേകത ഉണ്ട്. ഉണ്ടല്ലോ, ഓർത്ത് നോക്ക്. ഇന്ന് മനസ്സിലായി. അതിന് അമ്പലത്തിലൊക്കെ പോണോ? അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ എന്താ സാറിന് അറിയാവുന്നത്? അതല്ല, സൗത്ത് ഇന്ത്യയില് ഹോളി അങ്ങനെ വലിയ ആഘോഷമൊന്നും അല്ലല്ലോ. ഹോളിയോ? ഇന്ന് ഹോളിയല്ലേ? ഹോളിയല്ല, കുന്തം. ഒരു ഒറ്റ കുത്തി അങ്ങ് തന്നാലുണ്ടല്ലോ. അപ്പൊ ഇന്നല്ലേ ഹോളി? പോ മനുഷ്യ, ഞാൻ അതിനൊന്നും അല്ല അമ്പലത്തിൽ പോകുന്നത്. പിന്നെന്തിനാ? ഇന്ന് ഈ നേരം വരെയും ഞാൻ അമ്പലത്തിൽ പോകുന്ന കാര്യം പോലും സർപ്രൈസ് ആക്കി വെച്ചത് ഗൗതം ഇന്നത്തെ ദിവസം ഓർത്തെന്നോട് പറയൂന്നറിയാനാ. എവിടെ മണ്ടിയായത് ഞാനാ. അങ്ങനെയാണല്ലേ ഈ ദിവസത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കണമെന്നല്ല, ഉണ്ട്. വെഡിങ് ആനിവേഴ്സറി അല്ല, രണ്ടുപേരുടെ ബർത്ത്ഡേയോ അല്ല, വേറെ എന്തോ ആണ്. ആലോചിക്ക്. എത്ര ആലോചന കിട്ടുന്നില്ലല്ലോ. തോറ്റോന്ന് ചോദിച്ചാ തോറ്റൂന്ന് സമ്മതിച്ചാ ഞാൻ പറയാം. എന്നാ തോറ്റു. അങ്ങനെയാണെങ്കിൽ ജയിച്ച എനിക്ക് എന്ത് സമ്മാനം തരും? സമ്മാനം അതിന് ജയം തോൽവി എന്നൊരു പ്രശ്നമേ അല്ലല്ലോ. സമ്മാനം അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം. അയ്യടാ, മാറി നിക്കങ്ങോട്ട്. ഈ സമ്മാനമൊന്നും അല്ല ഞാൻ ചോദിച്ചത്. എങ്കില് ഞാൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോ ഒരു ഉഗ്രൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടേ ഇങ്ങോട്ടേക്ക് വരൂ. എന്താ പോരെ? മതി. എങ്കിൽ പറ, എന്താ വിശേഷം? ദേവലോകത്ത് നിന്നും വഴിതെറ്റി വന്ന ഈ ഗന്ധർവനെ സർവേശ്വരൻ എന്റെ കണ്ണിൽ കാണിച്ചു തന്ന ദിവസം. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യമായി പരസ്പരം കണ്ട ദിവസം. ഇന്നുച്ചവരെ ഭഗവാന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ച് ഈ വരം എനിക്ക് തന്നതിനുള്ള നന്ദി അറിയിക്കണം. എന്റെ പ്രാണം പോകുവോളം എന്റെ കൂടെ കാണണമെന്ന് യാചിക്കണം. എന്താ ഇങ്ങനെ നോക്കുന്നത്? എങ്കിലേ എനിക്കുള്ള സമ്മാനം ദാ ഇവിടെ.
പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി വരിക നമ്മുടെ കുടുംബത്തിൽ. ഇന്ന് എൻ്റെ പ്രാർത്ഥനയിലുള്ള മറ്റൊരാൾ പ്രണവ. ഈ ചേട്ടനോട് അവന് പണ്ടുണ്ടായിരുന്ന സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. എന്തെങ്ങനെ നോക്കി നിൽക്കുന്ന മോന്? വേഗം കുളിച്ച് ഓഫീസിൽ പോവാൻ നോക്ക്. ഞാൻ പോയിട്ട് വരാം. എന്താ? ഇന്നത്തെ ദിവസം തന്നെ അരിയിൽ നിന്ന് വിടാനേ തോന്നുന്നില്ല. ഞാനുണ്ട്, എപ്പോഴും കൂടെ ഉണ്ട്. ലവ് യു സോ മച്ച്. പോയിട്ട് വാ. അതെ, വൈകുന്നേരത്തെ ഗിഫ്റ്റ് മറക്കണ്ട. ബൈ. ആഹാ, നീ ഇതെവിടെ രാവിലെ പോകുന്നു? അതെ, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഉച്ചവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? ആ, ഇന്ന് എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു. അതെന്താ അങ്ങനെ? ഇന്നേ അമ്മയുടെ മോനെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം. ആ, ഈ ദിവസം എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. അയ്യടി, സ്വന്തം കാര്യം വന്നപ്പോ അവളുടെ സ്വാർത്ഥത കണ്ടില്ലേ? വെറുതെ അല്ല, പെണ്ണെ കണ്ടിട്ട് ഒരു മാറ്റമുണ്ട് മൊത്തത്തില്. എന്ത് മാറ്റം? അല്ല, മൊത്തത്തിലൊരു വ്യത്യാസം ഉണ്ട്. അതങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്. എന്നാ ആയിക്കോട്ടെ, ഇനി നിന്ന് സമയം കളയണ്ട, പോയി തൊഴുതിട്ട് വാ. ആ, നിർമ്മലാൻറ്റി, ഇന്ന് ഞാൻ ഉച്ചവരെ കിച്ചണിൽ ലീവാ. എല്ലാ കാര്യങ്ങളും നോക്കിക്കോണേ. ഞാൻ അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരുള്ളൂ? ഇന്ന് ദൈവത്തോട് ഉച്ചവരെ പറയാനുള്ള പരാതികളൊക്കെ ഉണ്ട്. ശരി, ഞാൻ പോയിട്ട് വരാമേ. നിക്ക് നിക്ക്, ഈ മുല്ലപ്പൊടി തലയിൽ വെച്ചിട്ട് പോ. ഇതെന്താ എനിക്കായിട്ട് വാങ്ങിയ പോലെ ഉണ്ടല്ലോ? പൂജാമുറിയിലെ ദൈവത്തിന്റെ പടത്തിൽ ചേർത്താന്ന് കരുതി വാങ്ങിയതാ. ഇതിനി മോളുടെ മുടിയിലിരിക്കട്ടെ.